ഒരു പ്രത്യേക ശീലമുള്ള ആളുകളെ അള്ളാഹു കൈവിടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിനി പറയുന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ആരെയാണ് അള്ളാഹു കൈവിടുക? അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു അവരെ വഴികേടിലാക്കും. അള്ളാഹു കൈവിടുന്ന ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വഴികേടിലാക്കും. പിന്നെ അത്തരം ആളുകളെ അവരുടെ കേൾവിക്കും ഹൃദയത്തിനും അള്ളാഹു മുദ്ര വെക്കും. അവരുടെ കണ്ണിന് ഒരു പ്രത്യേക മൂടി വെച്ചു കൊടുക്കും. അതിനർത്ഥം അവർ അന്ധരാകുമെന്നല്ല. കാഴ്ചയുണ്ടാവും, പക്ഷെ കാണേണ്ടത് കാണാൻ കഴിയില്ല. കേൾവി ഉണ്ടാവും, പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയില്ല. അവർ ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ചിന്തിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ അവർക്കൊരിക്കലും വിവേകമുണ്ടാവുകയില്ല. അത്തരം അള്ളാഹ് കൈവിട്ട ആളുകൾ പിന്നെ ആരവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, നന്നാവുകയില്ല എന്നതാണ്. ഇനി ആ ശീലം ഏതാണെന്നല്ലേ? ഈ രീതിയിൽ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന വിഭാഗം ആരാണ്? ആ ശീലം ഒരിക്കലും തന്നെ നമ്മളിൽ ഉണ്ടാവരുത്. അതാണ് വിശുദ്ധ ഖുർആൻ 45-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞൊരു കാര്യം. അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ. അഫറഅയ്ത, നീ കണ്ടുപോ, മനിത്തഖദ ഇലാഹു ഹവാഹു, ഹവയെ, ഇച്ഛയെ, തോന്നലുകളെ തൻ്റെ ഇലാഹാക്കിയവനെ നിങ്ങൾ കണ്ടുപോ. വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ, അള്ളാഹു അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ വഴികേടിലാക്കും. ആരെ വഴികേടിലാക്കും? ഇച്ഛകളെ ഇലാഹാക്കിയവരെ, തോന്നലുകൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവരെ. അതിന് നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയാം, ലിബറൽ ചിന്താഗതികൾക്കനുസരിച്ച് നീങ്ങുന്നവരെ. എല്ലാ ചിന്തകൾക്കും അപ്പുറം എൻ്റെ ചിന്തയാണ് പ്രധാനം എന്ന ഒരു തോന്നലിലൂടെ, ആ തോന്നലിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ, അള്ളാഹു അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വഴികേടിലാക്കും. വഖതമ അലാ സംഇഹി വഖൽബിഹി, അവരുടെ കേൾവിക്കും അവരുടെ ഹൃദയത്തിനും അള്ളാഹു സീൽ വെക്കുകയും ചെയ്യും. അവർക്കൊരിക്കലും ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും കേൾക്കേണ്ടത് കേൾക്കാനും കഴിയില്ല. വജഅല അലാ ബസീറത്തിൻ ഇശാവ, അവരുടെ കണ്ണിന് പ്രത്യേകമായ ഒരു മൂടി അള്ളാഹു ധരിപ്പിച്ചു കൊടുക്കും. കാണേണ്ടത് അവർക്ക് കാണാൻ കഴിയില്ല. ഫമൻ യഹ്ദീഹി മിൻ ബഅദില്ലാഹ് അഫലാ തദക്കറൂൻ, അതിനുശേഷം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരാൾക്കും അവരെ ഹിദായത്തിലാക്കാൻ, നന്നാക്കാൻ കഴിയില്ല. അഫലാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം.